അത്യുന്നതനും ആദ്യനും അന്ത്യനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും നമ്മെ സ്നേഹിച്ച് നമ്മുടെ അടുക്കിലേക്ക് പുത്രൻ മുഖാന്തരം ഇറങ്ങി വന്നവനുമായ അത്യുന്നതനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ, പൊഴുത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഒരവസരം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത് ഈ ദിനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ നാളും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് സങ്കീർത്തകൻ തന്നെ പാടുന്നുണ്ട്. ഓരോ ദിവസവും പുതിയ കൃപ ദൈവം നമുക്ക് പകരുന്നുവെന്ന് തിരുവെഴുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ദിവസങ്ങളെല്ലാം അതിൻ്റേതായ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ലക്ഷ്യം, ദൈവഹിതം പൂർത്തീകരിക്കുകൊണ്ടൊക്കെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ രൂപ നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നാൾതോറും തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്നുള്ള പ്രബോധനം, ആ കമാൻഡ്, ആ കൽപ്പന ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ത്യജിച്ച് ദൈവേഷ്ടത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവഹിതം പരിപൂർണമായി നമ്മൾ നിർവഹിക്കപ്പെടുവാൻ നമുക്ക് യത്നിക്കാം, നമുക്ക് സമർപ്പിക്കാം. അതിനായി ദൈവത്തിൻ്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കുകയും ചെയ്യാം. 147 സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. സങ്കീർത്തനത്തിൻ്റെ കലാശക്കൊട്ട് എന്ന് പറയുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഇതാണ്. ഈ നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ അവസാനത്തെ 5 സങ്കീർത്തനങ്ങളുടെയും ആരംഭവും അവസാനവും യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞ ആഹ്വാനത്തോടു കൂടിയാണ്. എന്തു വന്നാലും ദൈവത്തെ സ്തുതിക്കാനായിട്ട്. അത് പുതിയ നിയമത്തിൽ നമുക്ക് പൗലോസ് അപ്പോസ്തലൻ കൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തും. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നത്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. പക്ഷെ പലപ്പോഴും മനുഷ്യനെന്ന് ചിന്തിക്കുന്ന നല്ലതിന് മാത്രം സ്തോത്രം ചെയ്യാം, എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടിയാൽ മാത്രം സ്തോത്രം ചെയ്യാമെന്നുള്ളതാണ്. മാനുഷിക നിലവാരത്തിൽ ശരിയാണതങ്ങനെ. എന്തെങ്കിലും നല്ലത് വരുമ്പോൾ താങ്ക്സ് പറയുക. എന്നാൽ മോശപ്പെട്ടത് സംഭവിക്കുമ്പോഴും മോശപ്പെട്ടത് നമ്മൾ ധരിക്കും. എന്നാൽ അതിലും ദൈവം ആത്യന്തികമായ നന്മ അതിൽ കരുതി വെച്ചിട്ടുണ്ട്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്ക് കൂടി വ്യാപരിക്കുന്നു എന്ന തിരുവെഴുത്തിൻ പ്രകാരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും, ദൈവത്തിൻ്റെ സർവശക്തിക്ക് കഴിയുമെന്നുള്ള ആ പരിപൂർണ വിശ്വാസത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാനായിട്ട് സാധിക്കണം. അതൊരു നമ്മുടെ ഒരു സെക്കൻഡ് നേച്ചർ എന്ന് വേണമെങ്കിൽ അത് പറയാനായിട്ട് പറ്റും. നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് നമുക്ക് ജീവനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നതുപോലെ നമ്മുടെ ആത്മീക ജീവൻ്റെ തെളിവായി നമ്മളിൽ നിന്ന് സ്തോത്ര ശബ്ദങ്ങൾ അത് ഇടപെടാതെ നമ്മളിൽ നിന്ന് ഉയരുവാണ്ടൊക്കെയാണ് നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. അവിടെ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം ചെയ്യുന്ന എല്ലാറ്റിനായും നമ്മൾ സ്തോത്രം ചെയ്യണം. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിനകത്തുള്ള ശത്രുവിൻ്റെ പിടി അമരുകയാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന്മേൽ ശത്രുവിൻ്റെ പിടി കൂടിക്കൂടി വന്നത്? അവർ പിറുപിറുക്കുന്ന സ്വഭാവമുള്ളവരായിരുന്നു. മിസ്രൈം എന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം അവരുടെ പിറുപിറുക്കുന്നവരായിരുന്നു അവർ. അതുകൊണ്ട് ദൈവത്തിന് അത് അലോസരമായി തോന്നിയെന്നാണ് കാണുന്നത്. അവരുടെ വീട് വാതുക്കലിരുന്ന് അവർ പിറുപിറുക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ അവരെ മറിച്ച് ദൈവത്തെ സ്തുതിച്ചിരുന്നെങ്കിൽ ശത്രുവിൻ്റെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞേനെ. അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയുകയാണ്, നമ്മൾ ബദ്ധന്മാരുടെ കാര്യമൊക്കെ പറയുമ്പോൾ കാരാഗൃഹത്തിൽ നിന്ന് ആത്മാവിനെ പുറപ്പെടുവിക്കണമേ എന്നൊക്കെ നമ്മൾ സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ട് ശ്രവിച്ചപ്പോൾ ആത്മാവിൻ്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവത്തിൻ്റെ കൃപ. അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട്, നമ്മൾ ഉള്ളം കൊണ്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട്, അതരം കൊണ്ട് മാത്രമല്ല, സ്തുതി ഉള്ളത്തിൻ്റെ ആഴത്തുനിന്ന് വരണം സ്തുതി. ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന ഒരു ഉറവ് പോലെ ദൈവത്തിൻ്റെ സ്തുതി നിർഗളിക്കുമ്പോഴാണ്, അവിടെയാണ് യഥാർത്ഥമായത് ദൈവം പ്രസാദിക്കുന്നത്. അതരം വെച്ച് വെറുതെ സ്തോത്രം എന്ന് പറയുന്നത് കൊണ്ടല്ല, അത് വെറും അതരം ജീവനില്ലാത്ത നിർജീവ വാക്കുകളായിട്ട് മാത്രം ഉരുത്തിരിഞ്ഞു. ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്തുതിയാണ് യഥാർത്ഥ സ്തുതി. അതിന് നമ്മളെ സഹായിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമ്മൾ ഇന്നത്തെ സങ്കീർത്തനത്തിലേക്ക് വരാം. 147 സങ്കീർത്തനം. അവിടെ തുടങ്ങുന്നത് യഹോവയെ സ്തുതിപ്പീൻ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതിയുചിതവും തന്നെ. ഈ സംഗീതം ആലപിക്കുക എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥ മാത്രമല്ല, സങ്കടത്തിലും പാട്ട് പാടുന്നവരുണ്ടല്ലേ, വിലാപഗീതങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഒരു ദൈവകൃപയെ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി വിലാപഗീതങ്ങളല്ല പാടേണ്ടത്, സ്തോത്രഗാനങ്ങളാണ്. ഹബക്കൂക്ക് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തെ അവസാനത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് എത്രമാത്രം അർത്ഥവത്തായിട്ട് മാറണം അല്ലേ. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്,
മൂന്നാം അധ്യായം അവിടെ പറയുകയാണ്. 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ മുതൽ നമ്മൾ കാണുന്നു, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തുനിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു എന്ന് അവിടെയും ഒരു സങ്കീർത്തനം ഇതാണ് അവിടെ പാടുന്നത്. കാരണം അവസാന സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ വിത്ത് അഹിംസ മ്യൂസിക്കൽ തന്ത്രിനാദത്തോടെ സംഗീത പ്രമാണിക്ക് എഴുതിയിരിക്കുന്നതാണ്. തുടക്കത്തിൽ വിഭ്രമരാഗത്തിൽ ഹബൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതമാണത്. നമ്മൾ ചിന്തിക്കുക, ഇവിടെ പറയുന്നത് കേട്ടോ, എല്ലാം എഗെയിൻസ്റ്റ് ആണ്, എല്ലാം നെഗറ്റീവാണ്, ഒന്നിലും ഒന്ന് ആശയ്ക്ക് വകയില്ല, എല്ലാം നഷ്ടങ്ങളുടെ കഥക്കാരെയാണ് അവിടെ പറയുന്നത്. പക്ഷെ അതിൽ എങ്കിലും എന്ന് പറയുന്ന വാക്കിനാണ് സ്ട്രെസ് കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഒന്നുമില്ലെങ്കിലും നമുക്ക് ആനന്ദിക്കാൻ ദൈവമുണ്ട്. ആ ദൈവത്തിലുള്ള ആനന്ദം അത് മറ്റൊന്നിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് സെപ്പറേറ്റ് ആണത്. സാഹചര്യങ്ങൾക്കോ വ്യക്തികൾക്കോ കാലാവസ്ഥയ്ക്കോ ഒന്നും അതിനോട് ബന്ധമില്ല. അതൊന്നും ഇതിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ദൈവത്തിലുള്ള സന്തോഷം നമുക്ക് നിർബാധം ഒന്നിനോടും ചേരാതെ ദൈവം നമുക്ക് സൗജന്യമായി തരാം. നമുക്ക് ദൈവത്തെ നമുക്ക് സന്തോഷം. അതാ പൗലോസ് റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞത്. അവിടെ അങ്ങനെ പറയുകയാണ്, എല്ലാം പ്രതികൂലമാണെങ്കിൽ എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കുമെന്ന് പറയുന്നു. നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. യഹോവ യെരൂശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. യെരൂശലേമിനെ പണിയുന്നു. ഇതൊക്കെ ഇന്നത്തെ ഇതിലെങ്ങനെ നമുക്ക് ചിന്തിക്കാം? യെരൂശലേം എന്ന് പറയുന്ന ക്രിസ്ത്യ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യ സഭയെക്കുറിച്ച് നമുക്ക് അതിനെ സാമ്യപ്പെടുത്തി പറയാം പലതും. അപ്പോൾ യെരൂശലേമിനെ പണിയെന്ന് പറഞ്ഞാൽ യെരൂശലേമിന്റെ മതിലുകൾ അല്ലേ തകർന്നിരിക്കുന്ന, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ എന്ന് 51-ാം സങ്കീർത്തനത്തിലൊരു നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു വചനം. അവിടെയും തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല, നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ, അപ്പോൾ നീ നീതികാല ഹോമങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അവിടെ യെരൂശലേമിന്റെ മതിലുകൾ പണിയണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ശരിക്ക് അക്ഷരികമായി അത് യെരൂശലേമിന്റെ മതിലുകൾ തകർന്നു കിടക്കുന്ന ഒരു അനുഭവമുണ്ട്. നെഹമ്യാവിന്റെ കാലത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേലിന്റെ കാലത്ത് അവിടെ ദുഃഖിക്കുന്നുണ്ട് നെഹമ്യാവ്. തകർന്നു കിടക്കുന്ന യെരൂശലേമിന്റെ മതിലുകളെ നോക്കി നെഹമ്യാവ് വിലപിക്കുന്നുണ്ട്, മുഖം വാടുന്നുണ്ട് രാജാവിനോട് സംസാരിക്കുമ്പോൾ. അതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ ഇന്ന് നമുക്ക് പറയുമ്പോൾ ഇന്നും യെരൂശലേമിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിലേക്കല്ല നമ്മുടെ ഈ ചിന്ത ഇതിൽ നമ്മൾ കാണേണ്ടത്. മറിച്ച് എന്താണ്, ഇവിടെ അടുത്ത വാക്യം വായിക്കുമ്പോൾ കാണുന്നതാണ്, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഇതാണ് തകർച്ചയെന്ന് പറയുന്നത്. ഇതാ തകർന്നു കിടക്കുന്ന മതിലുകൾ, തകർന്നു പോയ ഹൃദയങ്ങൾ, അസ്വസ്ഥമായി പോയ ജീവിതങ്ങൾ. അത് യെരൂശലേം മതിലുകളെ പണിയണമേ എന്ന് പറയുന്നതിൽ തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നീ നിരസിക്കുന്നില്ല എന്ന് ദാവീദ് പറയുകയാണ്. അവിടെയും ചേർത്ത് പറയും. ഇത് അതിനോട് സാമ്യപ്പെടുത്തി വരുന്നതാണ്. ഇവിടെയും മതിലുകൾ പണിയണമേ എന്ന് പറഞ്ഞിട്ട് മനം തകർന്നവരെയാണ് സൗഖ്യമാക്കുന്നത്. അപ്പം എന്താണ് തകർന്നിരിക്കുക? മനസ്സിൻ്റെ മതിലുകൾ, മനസ്സിൻ്റെ വാതായനങ്ങൾ എവിടെയെല്ലാം തകർന്നു കിടക്കുന്നു. തീ വെച്ചും ചുട്ടും ബന്ധം കിടക്കെ, അങ്ങനെ പറയുന്നത് മതിലുകളെല്ലാം വാതിലുകളെല്ലാം. കാരണം പല തിന്മകൾക്കും മനുഷ്യൻ അഡിക്ഷനായി അവനെ ആക്രമിച്ച് കീഴടക്കുന്ന, അവരുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന അനുഭവം. അങ്ങനെയുള്ള ജീവിതങ്ങളിൽ ആ മനസ്സിനെ, ആ ഹൃദയത്തെ പണിതെടുക്കുന്ന ദൈവം, പുതുക്കി പണിയുന്ന ദൈവം. അനേക ഹൃദയങ്ങൾ അടച്ചു വെച്ചിരിക്കുന്നതാണ്, അത് തകർന്നിട്ടില്ല, എന്നാൽ കർത്താവിൻ്റെ വാതിൽക്കൽ മുട്ടുകയാണ്. എന്നാൽ അനേക ജീവിതങ്ങൾ തകർന്നു കിടക്കുകയാണ് അല്ലേ. അടച്ചിട്ടിരിക്കുന്ന ഒരു വീടിനോട് സാമ്യപ്പെടുത്തി പറയാം ചില ഹൃദയങ്ങൾ. എന്നാൽ തകർന്നു കിടക്കുന്ന, ഭൂകമ്പത്തിലും അതുപോലെ പ്രകൃതിക്ഷോഭത്തിലും ഒക്കെ തകർന്ന് തരിപ്പണമായി പോയ ഒരു ഭവനങ്ങളുടെ അവശിഷ്ടങ്ങൾ നോക്കി നമുക്ക് പറയാം അതൊരു തകർന്നിരിക്കുന്ന മനസ്സിനെ പോലെയാണെന്ന്. അപ്പം അടച്ചിട്ടിരിക്കുന്നത് തുറക്കണം, തകർന്നു പോയതിനെ പണിയപ്പെടണം, തകർന്നതിനെ പണിയും. അടച്ചിട്ടിരിക്കുന്നത് സജീവമാകുവാൻ ദൈവത്തെ നമ്മൾ ഉൾപ്രവേശിക്കുകയാണ് വേണ്ടത്. അതാണ് വാതിൽക്കൽ മുട്ടുന്ന ദൈവം.
അവിടെയും സംഗീതം ലഭിക്കും. മറിച്ച് മറ്റനുഭവത്തിൽ നിന്നാണ് തകർന്നു പോയതിനെ പുതുക്കി പണിതിട്ട് അടിസ്ഥാനം ഇടുമ്പോൾ തന്നെ അവിടെ പാടും. യെരൂശലേമിന്റെ ദേവാലയത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ തന്നെ ആ സ്തുതിയുടെ ഘോഷം ബഹുദൂരം കേട്ടെന്ന് പറയണേ. ദൈവത്തെ സ്തുതിക്കുകയാണ്, അവർക്ക് അത് സാധിക്കുന്ന കാര്യത്തിൽ ഓർത്തവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഇവിടെ തകർന്ന ജീവിതങ്ങൾ പണിയപ്പെടുമ്പോൾ തന്നെ ദൈവസ്തുതി വരും. രൂപാന്തരപ്പെടുന്ന മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് വരുന്ന ജീവിതങ്ങൾ നോക്കിയാൽ അറിയാം. അവനെൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു എന്ന് പറയുമ്പോൾ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിൽ കൂടെ അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായ നിർഗളിക്കുന്ന മനോഹരമായ സ്തുതിഗീതം. അവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം പറയുകയാണ്. അനേകർ തടയാനൊക്കെ ശ്രമിക്കും, പക്ഷെ അവനറിയാം അവനിൽ ജീവിതത്തിൽ ലഭിച്ച ആ വലിയ അനുഭവം. അതിനുവേണ്ടി അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ തകർന്നതിനെ പണിയുമ്പോഴും സ്തുതിക്കും, അടച്ചിട്ടിരിക്കുന്നതിൽ സജീവമായ ആരാധനയും എല്ലാം വരുമ്പോഴും അവിടെയും ദൈവസ്തുതി വരും. യെരൂശലേം ദേവാലയത്തിന്റെ വാതിലുകൾ അടച്ചു നമ്മൾ കാണുന്നുണ്ട്. ദീപം കെടുത്തി വാതിലുകളെല്ലാം അടച്ചിട്ടു. യെഹെസ്കേലിന്റെ ആകാശത്തിന് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ദൈവം അവിടെ അവർ തുറക്കുന്നുണ്ട്. അടച്ചിട്ടിരിക്കുന്ന ദേവാലയത്തിന്റെ വാതിലുകൾ തുറക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ അടഞ്ഞിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് ദൈവം കടന്നു വരികയാണ്. തകർന്നുപോയ ജീവിതങ്ങൾ ദൈവം പണിതെടുക്കുകയാണ്. രണ്ടിലും അവിടെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. എന്നാണ് ഇവിടെ കാണുന്നത്. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. തോന്നുന്നത് എന്നോട് പറയാണ്, അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേര് വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. തുടർന്ന് അവർ പറയുന്നത് ഈ മനുഷ്യന്റെ ഹൃദയത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉടനെ പറയുന്നത് യൂണിവേഴ്സ് അതിന്റെ പ്രകൃതി ഇതിലേക്ക് പോവുകയാണ്. എന്താണ്? അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു. മനുഷ്യ ഹൃദയത്തിൽ നിന്നും ഉയരത്തിലേക്ക് പിന്നെ നോക്കുകയാണ്. അന്നിങ്ങനെ നോക്കുമ്പോൾ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെ പേര് വിളിക്കുന്നു. ആ ദൈവം തൻ്റെ ഒരു പ്രവൃത്തിയാണ് നക്ഷത്രം എന്ന്. അതിൻ്റെ പേര് വിളിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ പേര് അവനോട് എത്രമാത്രം ഇൻറ്റിമസി ആയിരിക്കും ദൈവത്തിന്. അതാണ് മനുഷ്യ ഹൃദയത്തെ നോക്കിയിട്ട് ദൈവ ഉയരത്തിലേക്ക് നോക്കാൻ പറയുന്നു, അല്ലേ? ഈ സങ്കീർത്തകൻ നോക്കിയാണ്. മനം തകർന്നവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്, അവരുടെ മുറിവുകളെ കെട്ടുന്ന ദൈവമാണ്. പക്ഷേ അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്ന ദൈവമാണ്, അവയ്ക്കൊക്കെയും പേര് വിളിക്കുന്ന ദൈവമാണ്. ഇവിടെ നമുക്ക് ഇതെല്ലാം അത് താരതമ്യപ്പെടുത്തി പറയാനായിട്ട് പറ്റും. അങ്ങനെ പ്രിയരെ ചിന്തിക്കുക. ആ നക്ഷത്രങ്ങളൊക്കെ ചേർന്ന് ഉല്ലസിക്കുന്നു എന്നൊക്കെ തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാം ദൈവത്തെ സ്തുതിക്കുകയാണെന്നാണ് പറയുന്നത്. പലരുമൊക്കെ കാവ്യാത്മകമായിട്ട് പറഞ്ഞാൽ ശരി, എല്ലാ സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവന് വിവേകത്തിന് അന്തമില്ല. പ്രിയരെ, ഈ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ലേ എന്നുള്ളത്. മനുഷ്യബുദ്ധിയെല്ലാം അസ്ഥാനത്തായി പോവുകയാണ്. ഈ ഇടയ്ക്ക് മ്യാൻമാറിൽ നടന്ന ഭൂകമ്പത്തിൽ നമ്മൾ കാണുകയാണ്. എത്രയെല്ലാം ഉന്നത ഗോപുരങ്ങളെല്ലാം തകർന്ന് വീഴുകയാണ്. നൊടി നേരം കൊണ്ട് അതെല്ലാം തകർന്ന് തരിപ്പണമായിട്ടോ ജീവിതങ്ങൾ. പ്രിയരെ ചിന്തിക്കുക, അത് ചൈനയുടെ ഈ എർത്തുക്രാക്ക്, ഈ ഭൂമി കുലുക്കത്തെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ ഉള്ളതായ ടെക്നോളജി വെച്ച് പണിത കെട്ടിടങ്ങളാണെന്നാണ് പറയുന്നത്. പക്ഷെ അതും ഫെയിലറായി പോവുകയാണ്. ഭൂമി പോലും ദൈവത്തോട് നിലവിളിക്കും അതിൽ നടക്കുന്ന അതിക്രമം കൊണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ കൂടുതൽ ധന്യതയോടെ ദൈവം ഭാഗം സമർപ്പിക്കണം. പാപത്തെ ഓർത്ത് അനുദപിക്കുമ്പോൾ, മനസ്സ് തകരുമ്പോൾ അതാണ് ദൈവത്തിൻ്റെ പ്രസാദം. അങ്ങനെയുള്ള ഹൃദയങ്ങൾ ദൈവം പണിതെടുക്കും. തകർന്ന് നുറുങ്ങിയ ഒരു ഹൃദയത്തെ നിരസിക്കാതെ അതിന് മതിലുകൾ പണിത് അതിനെ കെട്ടി ഉയർത്തുന്ന ദൈവമുണ്ട്. നമ്മളാകുന്ന മന്ദിരങ്ങളെ ദൈവം ശുദ്ധീകരിക്കും. മന്ദിരം യഹോവയ്ക്കുള്ളതാണെന്ന് പറയും. അപ്പം നമ്മളാകുന്ന മന്ദിരങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുക്കാം. ദൈവം പണിയട്ടെ, പുതുക്കട്ടെ. നമ്മളിൽ നിന്നും ധൂപങ്ങൾ, പ്രാർത്ഥന എന്ന സുഗന്ധത ഉയരട്ടെ, സ്തുതി എന്ന ആ ധൂപം ഉയരട്ടെ. എല്ലാം ദൈവത്തിന് പ്രസാദകരമായി മാറട്ടെ. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ പാപശാപരോഗങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ മുറിവുകളാൽ ഞങ്ങൾക്ക് സൗഖ്യമേകുന്ന നല്ല സ്വർഗീയ വൈദ്യനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. തകർന്നു നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കാത്ത അവിടുത്തെ സ്നേഹത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. അവിടുത്തെ സന്നിധിയിലേക്ക് സമ്പൂർണ്ണമായി ഞങ്ങളെ തന്നെ തരുന്നു. നിങ്ങളോട് കൂടിയിരിക്കണമേ. തിരികതം എന്താണോ അതിനനുസരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവലായി ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനും സ്തുതി, എല്ലാറ്റിനും സ്തോത്രം. മുറിവേൽപ്പിക്കുന്ന ദൈവം മുറിവ് കെട്ടുന്നവനുമാണെന്നുള്ള തിരുവെഴുത്തുകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആ ക്രൂശിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ആ തിരുമുറിവോട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ പൊതിയണമേ അപ്പാ. അടുത്ത പരിശുദ്ധാത്മാവിനായി ഞങ്ങൾ നിറയ്ക്കുകയും ഞങ്ങൾക്ക് ആത്മാവ് നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും അങ്ങേ സ്തുതിപ്പാൻ കൃപ തരികയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവം തന്ന സ്നേഹം എൻ ജീവിതമാകെ മാറ്റി. കാൽവരി ക്രൂശിലെ സ്നേഹം, സ്വന്തം പുത്രനെ നൽകിയ സ്നേഹം, ആ സ്നേഹം
തന്നൊരു മോചനം സ്വന്ത ജീവൻ നൽകിയ യേശുവേ. ജീവിപ്പിക്കുന്നതും ജീവനേകുന്നതും സമൃദ്ധമാം ജീവനും നീയല്ലോ, സമൃദ്ധമാം ജീവനും നീയല്ലോ.